ഈറനണിഞ്ഞ മിഴികളോടെ ഇന്ത്യയിലെ ഒന്നാമത്തെ സ്റ്റേറ്റാണ് കേരളമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി കൈയടിച്ച ഒരു പ്രിൻസിപ്പലാണ് ഞാൻ. കാരണം ഞാൻ അടങ്ങുന്ന അധ്യാപകരെല്ലാവരും അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ആ പ്രയത്നിച്ചവർക്ക് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുമ്പോൾ ഒരു അഭിമാനം ഉള്ളിലുണ്ട്. കാരണം ഒരു കുഞ്ഞിനെ പഠിപ്പിച്ച് ആ രൂപത്തിലാക്കിയെടുക്കുന്നതിന് വലിയ അധ്വാനമുണ്ട്. വിദ്യാഭ്യാസം ആത്യന്തികമായി നല്ല മനുഷ്യനെ ഉണ്ടാക്കാനുള്ളതാണ്. മത്സരിക്കുന്ന വിദ്യാർത്ഥിയിൽ നിന്നും പരസ്പരം ചേർത്ത് നിർത്തുന്ന കൊളാബറേറ്റീവായ വിദ്യാർത്ഥിയെ ചേർത്ത് നിർത്തുന്ന ഒരു ഏറ്റവും മഹത്തായ ഒരു സംസ്കാരമാണ് വിദ്യാഭ്യാസം. എനിക്ക് അഭിമാനമുണ്ട് വരും വർഷങ്ങളിൽ ഈ രാജ്യത്തിന്റെ കൃത്യമായ ഇടങ്ങളിൽ ഇടപെടാൻ. അക്രമവും അനീതിയും പരസ്പര വൈരാഗ്യവും സ്പർദ്ധയും ഉണ്ടാകുമ്പോൾ അരുതെന്ന് പറയാൻ ഈ ലൂക്കസ് സ്കൂളിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറച്ചു പറയാം. കാരണം 100% സെക്യുലറാണ് സ്കൂൾ. 100% സെക്യുലറാണ്. മതേതരത്വം എന്ന മഹത്തായ ആശയം ഉയർത്തിപ്പിടിക്കുന്ന അത്യപൂർവം വിദ്യാലയങ്ങളിൽ നിന്നാണ് ലൂക്കസ് സ്കൂൾ. വിദ്യാർത്ഥിയെ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ അവിടെയുള്ള മതം എന്നത് ഡോക്ടർ രാധാകൃഷ്ണന്റെ മതമാണ്, മഹാത്മാഗാന്ധിയുടെ മതമാണ്, മൗലാന ആസാദിന്റെ മതമാണ്, വിദ്യാഭ്യാസ വിദഗ്ധൻ പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും സോക്രട്ടീസിന്റെയും മതമാണ്, മനുഷ്യനെ ചേർത്ത് പഠിപ്പിക്കുന്ന മതമാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നാളെ സമൂഹത്തിൽ തിരിച്ചറിവുള്ള തെറ്റിനോടും അനീതിയോടും അരുത് എന്ന് പറയുന്ന ഒരു കുഞ്ഞായി മാറാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിയേണ്ടതുണ്ട്. എല്ലാവരെയും സ്നേഹോഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ അഹോരാത്രം ജോലി ചെയ്യുന്ന ബഹുമാന്യരായ നമ്മുടെ അധ്യാപകരെ അഭിനന്ദിച്ചുകൊണ്ട്, വിശേഷ ഈ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. We will. Are you ready?
സമൂഹത്തിന് അനിവാര്യമായും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കണ്ണട. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. രേണുകേ നീ രാഗരേണു, കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു. പിരിയുമ്പോഴേ തോന്നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ 4 വരി. ഇവിടെ ഇരിക്കുന്ന അമ്മമാരും അനിയത്തിമാരും സഹോദരികളും മക്കളും എല്ലാവരും, വേദിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും അറിയാമെങ്കിൽ ചൊല്ലാം, അറിഞ്ഞുകൂടാണ്ടായിരിക്കാം. ചൊല്ലട്ടെ. കാനന ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ, പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. എന്റെ കൂടെ ഇങ്ങനെ കൈയടിച്ചു നോക്കൂ, നിങ്ങൾ കൂടെ കൂടി നോക്കൂ. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. നിങ്ങൾ പുലിമുരുകൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഒന്ന് കൈയർത്ത്. പുലിമുരുകൻ എന്ന സിനിമ. എന്നാൽ ആ സിനിമയിൽ ഞാൻ എഴുതിയൊരു പാട്ട് പാടട്ടെ, അറിയാവുന്നവരുടെ കൂടെ പാടണം. മാനത്തെ മാരിക്കുറുമ്പേ, കേട്ടിട്ടില്ല? പെയ്യല്ലേ പെയ്യല്ലേ പൊന്നെ, മാടത്തെ മാടക്കിടാങ്ങൾ വാവുറങ്ങാരോ. വാവാവം പാടിയുറക്ക ഇല്ലിന്നമ്മയൻ പൊന്നെ, ചാരത്തെ നോവുതരാട്ടിൽ നീയുറങ്ങാരോ. ഉണർവ് എന്ന് പറയുന്ന നമ്മുടെ ആനുവൽ ഡേ ശരിക്കും ഈ ദേശത്തിൻ്റെ തന്നെ ഉണർവായി മാറിയ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലും ഒരു വേദിയിലുമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ കുറച്ച് വർഷങ്ങളായി നടത്തുന്ന വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വികാസത്തെ ഏറ്റവും നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ഇവിടെ ഏറ്റവും ചെറിയ ക്ലാസ് തുടങ്ങി ഗ്രേഡ് 1 തുടങ്ങി നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പരിസര പ്രദേശത്ത് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാട് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള വൈജ്ഞാനിക സ്രോതസ്സുകളെ കൃത്യമായി തൊട്ടറിഞ്ഞുകൊണ്ട് അവരുടെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് അവയെ കാണാനും മനസ്സിലാക്കാനും അപഗ്രഥിക്കാനും കഴിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു പദ്ധതിയായി വിദ്യാഭ്യാസ പ്രവർത്തനത്തെ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന് മാറ്റാൻ കഴിഞ്ഞു. ഈ രാജ്യത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ മതേതര ബോധത്തോടുകൂടി എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികളെയും എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു വലിയ തലമുറയെ വാർത്തെടുക്കാൻ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന് കഴിയട്ടെ. അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോൾ, പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഈ രാജ്യത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ ഏറ്റവും അവിഭാജ്യ ഘടകമായി അവരുടെ ശബ്ദമായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
നമുക്കെല്ലാവർക്കും മറക്കാനാകാത്ത വലിയ അനുഭവങ്ങളാണ് സമ്മാനിക്കുക. ഈ വിദ്യാലയം ഈ പെരുമ്പാവൂരിലെ തന്നെയല്ല, ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിലൊന്നാണ്. ഈ വിദ്യാലയം ഇനിയും മുന്നേറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നൂതന പരിപാടികൾക്കെല്ലാം എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.